ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും. വിഷുവൊക്കെ അടുത്ത് 2 ദിവസത്തിനുള്ളിൽ വിഷു ആയല്ലോ. അപ്പോൾ ഇനി എല്ലാ വീട്ടുകളിലും പണികളൊക്കെ ആയിരിക്കും. ഒതുക്കലും അതുപോലെ സാധനങ്ങൾ മേടിക്കലും അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ആയിരിക്കും. നമ്മുടെ വീട്ടിലും അങ്ങനത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്നിപ്പോൾ ആൾ കടയിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം മേടിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ മുളക്, മല്ലി, മഞ്ഞൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറേ ആയിട്ട് അങ്ങനെ പൊടിപ്പിക്കാറില്ല. അപ്പോൾ അന്ന് ഹൗസ് വാമിങ്ങിന് പൊടിപ്പിച്ചിട്ടുള്ളത് മുളകും, മല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരുപാട് പൊടിപ്പിച്ചതുകൊണ്ട് അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ ഇടയിലൊന്നും നമ്മളങ്ങനെ പൊടിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ നാൾ കൊടുന്നതാണ്. അതൊക്കെ ഒന്ന് വെയിലത്തൊക്കെ ഇട്ടിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി അതൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അത് പെട്ടെന്ന് കൊടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ രാത്രിയാണെങ്കിൽ നല്ലൊരു മഴയും അതുപോലെ പകൽ അത്യാവശ്യം വെയിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല വെയിൽ വരുന്ന ടൈമിൽ ഇനി പെട്ടെന്ന് തന്നെ അതൊന്ന് കഴുകി ഒക്കെ ഒന്ന് പൊടിപ്പിക്കണം. അപ്പോൾ അത് കാരണം വേഗം തന്നെ കൊടുന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എന്താ പറയുക, കടുക്, അങ്ങനെ പഞ്ചസാര, ചെറുപയർ, പരിപ്പ്, അതുപോലെ ചുവന്നുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കോൾഗേറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ മോഡി കെയറിൻ്റെ ഒരു പേസ്റ്റാണ് കേട്ടോ, അതാണ് ഉപയോഗിക്കൽ. ഇവിടെ അടുത്തൊരു ചേച്ചി അതിലുണ്ട്. അപ്പോൾ പിന്നെ അത് നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ മോഡി കെയറിൻ്റെ കൊടുന്ന പേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ ഇനി ഒക്കെ ഒരു പാത്രത്തിൽ ആക്കി വെക്കണം. ഇനിയിപ്പോൾ നല്ല രാവിലത്തെ ടൈം തന്നെ ആയതുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ തന്നെ അത് കഴുകിയിടാനുള്ള നോക്കണം കേട്ടോ. കാരണം പിന്നെ നല്ലൊരു വെയിൽ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ കഴുകിയിടുമ്പോൾ പെട്ടെന്നാണ്ട് ഉണങ്ങുമല്ലോ, അന്നത്തെ ദിവസത്തെ മുഴുവൻ വെയിലും കൊള്ളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം പിന്നെ പണിയൊക്കെ ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ട് മെയിനായിട്ട് ഇത് കഴുകിയിടാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴുകിയിടാനാണെന്നുണ്ടെങ്കിൽ, മല്ലിയൊക്കെ കഴുകിയിടാൻ മുന്നേ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴുകിയിട്ട് കഴുകുന്ന ടൈമിൽ പകുതി പോവും, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ആ കയ്യിലിട്ടൊക്കെ നമ്മൾ ചോറ് കൂട്ടുന്ന കയ്യിലൊക്കെ ഇട്ട് നമ്മളത് വെള്ളമൊക്കെ വാർത്തെടുക്കുമ്പോഴേക്കും കുറേ സമയമൊക്കെ പിടിക്കും. പിന്നെ അതുപോലെ പകുതി പോവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെനിക്കിപ്പോൾ നല്ലൊരു ഉപകാരമായിട്ടുള്ള ഒരു പുതിയൊരു ഇങ്ങനെ ഊറ്റിയിടുന്ന ചോറൊക്കെ വാർക്കുന്ന ഒരു പാത്രം കിട്ടിയത് കൊണ്ട് എനിക്കിപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാനത് കാരണം എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, പെട്ടെന്ന് പണി കഴിഞ്ഞ പോലെ തോന്നിയിട്ടോ. പിന്നെ അതും ഒന്നും അധികം പോവാതെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്ന ടൈമിൽ പുറത്തേക്കൊന്നും പോവാതെ എല്ലാതും അതിൽ തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് നല്ലൊരു ഉപകാരമായിട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ. ഇതന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് പാത്രങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന ടൈമിൽ അന്ന് ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അന്ന് കണ്ട ഒരു പാത്രമാണ്. അപ്പോൾ അത് അമ്മ കണ്ടപ്പോൾ തന്നെ അമ്മ അത് അങ്ങനെ എടുത്തതാണ്. ഇത് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ടും എടുത്തതാണ് കേട്ടോ. പക്ഷേ അന്ന് എനിക്ക് എടുക്കുമ്പോൾ തോന്നി, ഞാനിപ്പോൾ അത് എന്നൊക്കെ തോന്നി കേട്ടോ, എന്തപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ തോന്നി. അങ്ങനെ എനിക്ക് അത്ര കണ്ട് പോയില്ല. പക്ഷേ അത് മേടിച്ചതിന് ശേഷം അതിൻ്റെ ആവശ്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ എളുപ്പം തോന്നി കേട്ടോ. പിന്നെ ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് വന്നത് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് മാത്രം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് എടുക്കുക. ഞാൻ എപ്പോഴും നമ്മൾ മുളക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടിപ്പിക്കുന്ന ടൈമിൽ ഓർമ്മയില്ലാതെ അത് മൊത്തം എടുക്കും കേട്ടോ. അത് മൊത്തം എടുത്ത് കഴുകി നമ്മളത് ഉണക്കാനിടും. പിന്നെയാണ് അത് പൊടിപ്പിക്കുകയും ചെയ്യും. പിന്നെയാണ് അതിൻ്റെ ശേഷം നമ്മൾ കറിയിലേക്കൊക്കെ വറവിടാനൊക്കെ ഇട്ട് മുളകുണ്ടാവില്ല. നമ്മൾ എടുത്തേക്കാതെ എപ്പോഴും മറക്കണ ഒരു കാര്യം കേട്ടോ. എന്നിട്ട് എന്നും പറയുന്നൊരു കാര്യമാണ്, കുറച്ചെടുത്ത് വെക്കുക പറയും. എന്നിട്ട് മറക്കും, അങ്ങനെ ഒന്നാകെ പൊടിപ്പിക്കും. പിന്നെ അതിന് ശേഷം അങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അതൊരു വേറൊരു കവറിൽ കെട്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അതില്ലെങ്കിൽ പിന്നെ അത് ഒന്നാകെ കഴുകി എടുത്ത് വയ്ക്കും, മൊത്തത്തിൽ പൊടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നോട് ആൾ സ്പെഷ്യലായിട്ട് പറയും ചെയ്തെടുക്കണം കേട്ടോ. അത് കൊണ്ടുവരുമ്പോൾ തന്നെ പറഞ്ഞെടുക്കണം, കുറച്ച് മാറ്റി വെച്ചോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മേടിക്കാൻ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കവറിലൊക്കെ ഇട്ട് കെട്ടി വെച്ചു. ഞാൻ അങ്ങനെ മുളകൊക്കെ അങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ കഴുകുമ്പോൾ മുളകിലും അത്യാവശ്യം അഴുക്കും വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അത്ര അഴുക്കുണ്ട് എന്നൊക്കെ. പക്ഷേ മുളക് കഴുകുമ്പോൾ നല്ല വെയിലുള്ള ടൈമിൽ തന്നെയാണ് കഴുകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ ഉണങ്ങിയിട്ടില്ലെങ്കിലൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിലുള്ള ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കഴുകാനൊക്കെ നിന്നതാണ്. അപ്പോൾ പിന്നെ മുളക് കഴുകി വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ
അങ്ങനെ നമ്മൾ മല്ലിയും മുളകും ഒക്കെ നന്നായി കഴുകിയതിൻ്റെ ശേഷം അങ്ങനെ മേലെ കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഞാനത് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്, അതിലൊക്കെ അങ്ങനെ കൊട്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പം എനിക്കത് നടക്കാൻ തന്നെ പറ്റണില്ല, കാലൊക്കെ പൊള്ളി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ചെരുപ്പാണെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. ടെറസൊക്കെ ഇങ്ങനെ ചൂടുകൊണ്ട് പതച്ച് കിടക്കുന്ന കാരണം നടക്കുമ്പോൾ കാലൊക്കെ പൊള്ളി പോവാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം ഒതുങ്ങി നിൽക്കണം, അല്ലാത്ത സമയത്ത് ഫുൾ ഹോട്ടാണ് കേട്ടോ, നിൽക്കാനേ പറ്റില്ല, അമ്മാതിരി വെയിലായിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ല വെയിൽ തന്നെയാണ് വേണ്ടത്. കാരണം നമ്മൾ കഴുകിയിട്ടതുകൊണ്ട് വേഗം ഉണങ്ങുമല്ലോ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ നമുക്ക് നന്നായിട്ട് പരത്തി ഇടുന്നുണ്ട്. എൻ്റെ കൂടെ എന്നുണ്ടെങ്കിൽ കണ്ണനും നെത്തുമൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലും ചൂടൊക്കെ ആയ കാരണം ഞാൻ അവിടെ മാറ്റി നിർത്തിയെടുക്കുകയാണ്. പിന്നെ കണ്ണനാണെങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആളെന്നെ കൊണ്ടൊക്കെ ഞാൻ പരമാവധി എനിക്ക് ഹെൽപ്പൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ അങ്ങനെ വെയിലത്ത് പരത്തിയിട്ടതിൻ്റെ ശേഷം അങ്ങനെ നമ്മൾ വന്നു. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ മുഴുവനും മുളകും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കവറിൽ മാറ്റി വെച്ച മുളക് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ച സാധനങ്ങളൊക്കെ പരന്ന് കിടക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കാമെന്ന് വെച്ച് അപ്പോൾ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരു കൊട്ടയിലേക്ക് എടുത്തിട്ട് കേട്ടോ. ഇനി അത് ഒന്ന് ചൂടാക്കി വെക്കണം. ചിലർ പറയും വെളുത്തുള്ളിയും ചുവന്നുള്ളി അങ്ങനത്തെ ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണെന്ന് പറയും, ചിലർ പറയും അത് വെയിൽ കൊള്ളിക്കാൻ പാടില്ല എന്ന്. ശരിക്കും എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കാൻ പോവാണ്. അപ്പോൾ അത് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്ന കാപ്പിപ്പൊടി അതൊക്കെ ഒന്ന് പാത്രത്തിൽ പകുതി ഇട്ട് വെച്ചതായിരുന്നു, കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ഒന്ന് അതിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പാത്രമൊക്കെ കവറൊക്കെ കൊണ്ട് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ളത് എല്ലാതും ഓരോന്ന് കവറിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിപ്പും കടുകും ഒക്കെ ഒന്ന് പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഒക്കെ ഒന്ന് ഒഴിവാക്കി റെഡിയാക്കി എടുത്തു. അതിന് ശേഷം നമ്മുടെ മഞ്ഞളും ഉണക്കിയിട്ടുണ്ടായിരുന്നില്ലേ, മുളകും ഞാൻ മാറ്റി വെച്ചിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ ഒന്നാകെ ഒന്ന് ഇട്ടിട്ട് അതൊന്ന് വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് മേലെ ആക്കി പോവാണ്. ഇനി അതെല്ലാം അവിടെ കിടന്ന് നന്നായി ഒന്ന് ഉണങ്ങട്ടെ. ഇനി നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. കടയിലൊക്കെ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാനും ആളും കൂടിയിട്ട് കടയിലൊക്കെ വന്ന കുട്ടികൾക്കും എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വരുമ്പോൾ കുട്ടികളെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വീട്ടിൽ ചെന്ന് നോക്കി നോക്കുമ്പോൾ നിത്തുവിൻ്റെയും കണ്ണൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ ഒത്തിരി ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഞാനും കുട്ടികളേനെ കൊണ്ടിട്ട് കടയിലേക്ക് വന്നതാണ്. അപ്പോഴേക്കും നിത്തു വെള്ളം വേണം എന്നൊക്കെ പറയൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ തന്നെയാണ്, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കണം, അതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ജ്യൂസിലൊക്കെ കയറി. പിന്നെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം മാത്രമല്ല വലിയവരുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഒന്ന് കയറി. പിന്നെ ആളാണെന്നുണ്ടെങ്കിൽ കടയിലായിരുന്നു, ആ സമയത്ത് വരാനും പറ്റിയില്ല, അപ്പോൾ തിരക്കായിരുന്നു അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിത്തു അവൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത ഡ്രസ്സിൻ്റെ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് കളറിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജ്യൂസൊക്കെ വന്നു, നമ്മുടെ കോൾഡ് കോഫി ഐസ്ക്രീമൊക്കെ ഇട്ടതായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ നല്ല വിശക്കുന്നൊക്കെ ഒരു സമയം തന്നെ ആയിരുന്നു, ആ ഒരു വൈകുന്നേരം ആ ഒരു ടൈം കേട്ടോ. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് കഴിച്ചു. അപ്പോൾ പിന്നെ കളി സ്ഥലത്തു നിന്നാണ് അവർ വന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഫുഡൊക്കെ അങ്ങനെ എല്ലാവരും കഴിച്ചു. അപ്പോഴേക്കും പിന്നെ ടൈം ഒരു 7:15 7:30 ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടീനെ കണ്ടു കേട്ടോ. അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമ്പോൾ കണ്ണനും ഹാപ്പിയായി. പിന്നെ അവരങ്ങനെ കുറച്ച് നേരം കുട്ടികളൊക്കെ കൂടിയിട്ടൊന്ന് ഓടി കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ ഇതുപോലെ ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നതായിരുന്നു. അങ്ങനെ അവർ ഞങ്ങളൊക്കെ ഒപ്പമാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ നമ്മളങ്ങനെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.